എസ് അച്യുതാനന്ദൻ അധിക്ഷേപിക്കുന്ന പോസ്റ്റ് നടൻ വിനായകനെതിരെ കേസെടുക്കണം. എല്ലാവരും അയാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളെക്കുറിച്ച് രണ്ട് വാക്ക് നല്ല പറയാനുണ്ട്. ഒന്ന്, അയാളൊരു നല്ല മനുഷ്യനാണ്. രണ്ട്, അയാളൊരു നല്ല നടനാണ്. നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വർടൈസിംഗിന്റെ 50%, 30 മിനിറ്റ്സിന്റെ 50% ആഡ് ക്യാഷ് എനിക്ക് തരുമെങ്കിൽ ഇപ്പൊ ഞാൻ പറയും. പൈസയാണ് നമ്മുടെ മുന്നിൽ. പിന്നെ എന്നും നിങ്ങൾക്ക് അതല്ലേ, പിന്നെന്താ നിങ്ങൾക്ക് എന്താണ് അത്? ഈ ലോകം എന്താണ്? പൈസക്ക് വേണ്ടിയാണ്. ഒരു കലാകാരൻ എന്ന നിലയിൽ പൈസ മാത്രം മോഹിക്കുകയാണോ ചെയ്യുന്നത്? ഞാൻ കലാകാരനല്ല, ഞാൻ ഒരു ജോലിക്കാരനാണ്. ഞാൻ കലാകാരനല്ല, നിങ്ങൾ എന്നെ അതിൽ ഒതുക്കല്ലേ. ഞാൻ ജോലി ചെയ്യുന്നു, കൃത്യമായിട്ട് ജോലി ചെയ്യുന്നു. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ. ആ ജീവിതത്തിൽ ഞാൻ ശരിക്കും വളരെ വലിയ തമാശക്കാരനാണ്. അതെ, തമാശ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് വെരി ക്ലോസ് ആണ്. ഒരു 15 പേരുടെ അകത്ത് മാത്രമേ ഉള്ളൂ. പുറത്ത് ഞാൻ അങ്ങനെ എൻ്റെ സാമൂഹ്യപരമായിട്ടുള്ള ജീവിതം വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് എൻ്റെ ജോലിയായിട്ട്. വിവേകപരമായി ചിന്തിച്ച് സംസാരിക്കുന്ന അയാൾ അവിവേകമായി പോസ്റ്റ് ഇടുന്നത് ഏത് സമയത്താണ്? വളരെ ചെറിയ ജീവിതവുമായി ഒതുങ്ങിക്കൂടുന്ന കാശിനു വേണ്ടി ജോലി ചെയ്യുന്ന അയാൾ എപ്പോഴാണ് മോശക്കാരനാവുന്നത്? എപ്പോഴാണ് അയാൾ തുണി അയച്ച് നഗ്ന നൃത്തമാടുന്നത്? നിസ്സംശയം പറയാം, ലഹരി ഉപയോഗിച്ച് തലക്ക് വെളിവില്ലാതാവുമ്പോൾ. മദ്യ അകത്ത് ചെല്ലുമ്പോൾ മാത്രമാണ് അദ്ദേഹം മോശക്കാരനാവുന്നത്. എന്നു മുതലാണ് ഇവിടെ ലഹരിയുടെ കുത്തുവയ്ക്ക് തുടങ്ങിയത്? പിണറായി സർക്കാർ ജനങ്ങളെ കുടിപ്പിച്ച് കിടത്തുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലുള്ള വൃത്തികെട്ട മൃഗം പുറത്തു ചാടും. കേസെടുക്കേണ്ടത് വിനായകനെതിരെയാണോ, കള്ളിനും കഞ്ചാവിനും വളമിടുന്ന സർക്കാരിനെതിരെയാണോ?